ഇവൻ എത്ര തന്തക്കുണ്ടായതാണ് എന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ തെണ്ടിയോട് പറയാനുള്ളത്, ഈ കേസൊന്ന് അവസാനിക്കട്ടെ. ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായിട്ടാണ് പി വി അൻവർ നിന്റെ ഓഫീസിലേക്ക് വരിക. ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും. അതിന് 10 ദിവസം ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഈ നാടിനെ സംരക്ഷിക്കേണ്ട പോലീസിന്റെ ചില ഉദ്യോഗസ്ഥർ നാടിനെ കൊള്ളക്കും കൊലക്കും കളവിനും വഞ്ചനക്കും സ്വർണ്ണക്കള്ളക്കടത്തിനും മയക്കുമരുന്ന് സംഘത്തിനോടൊപ്പം ചേർന്ന് ഈ നാടിന്റെ സാമൂഹ്യ വ്യവസ്ഥ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തി ഈ സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. നമസ്കാരം. പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ADGP MR അജിത് കുമാറിനെതിരെയും SP സുജിത് ദാസിനെതിരെയും ഉന്നയിച്ച അതീവ ഗുരുതരമായ ആരോപണങ്ങൾ കേരളത്തിൽ ഇപ്പോഴും കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പോലീസ് സേനയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുള്ള ആളുകളാണെന്നും കരിപ്പൂർ വിമാനത്താവളം വഴി നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ കേസ്, അതുപോലെ മയക്കുമരുന്ന് മാഫിയകളുമായുള്ള വഴിവിട്ട ബന്ധങ്ങൾ, തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ചില മയക്കുമരുന്ന് മാഫിയകളുമായി തമ്മിൽ നടന്ന സംഘർഷങ്ങളിൽ ഉണ്ടായ കൊലപാതകം, ഈ കൊലപാതകത്തിൽ പോലീസിന് പങ്ക് എന്നിങ്ങനെയുള്ള നിരവധി ആരോപണങ്ങളാണ് പി വി അൻവർ അക്കമിട്ട് അടയാളപ്പെടുത്തി പോലീസിനെതിരെ നടത്തിയത്. ഇതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചത്. പല സുപ്രധാനമായ രേഖകളും മുഖ്യമന്ത്രി കാണുന്നില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി മുഖ്യമന്ത്രിയെ കാണിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയും കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറും ചേർന്നാണ് കേരളത്തിൽ ഭരണം നടത്തുന്നത്, അഥവാ പോലീസിനെ നയിക്കുന്നത്. ഇവിടെ പോലീസിൻ്റെ ഗുണ്ടരാജാണ് നടക്കുന്നത്. മലപ്പുറം SP ഓഫീസിന് മുൻവശത്ത് നിന്നിരുന്ന ഒരു മരം വെട്ടി മലപ്പുറം SP ആയിരുന്നപ്പോൾ P സുജിത് ദാസ് തൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ നിർമ്മിച്ച് എടുത്തു. ഇതിന് സോഷ്യൽ ഫോറസ്ട്രി വിലയിട്ടിരുന്ന 64,000 രൂപ കൊടുക്കാതെ വെറും 20,000 രൂപ മാത്രം സോഷ്യൽ ഫോറസ്ട്രിയിൽ കെട്ടിവെച്ചിട്ടാണ് P സുജിത് ദാസ് ഇത്തരത്തിലുള്ള അക്രമങ്ങളും അനീതിയും ചെയ്തത് എന്നിങ്ങനെയുള്ള പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ അക്ഷരാർത്ഥത്തിൽ കേരളം ഞെട്ടിത്തരിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടത്. നിയമസഭാ സാമാജികനായ, അതും ഭരണപക്ഷത്തിന്റെ MLA കൂടിയായ പിണറായി വിജയന്റെ അതീവ വിശ്വസ്തൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന MLA ആയ പി വി അൻവർ ഈ ആരോപണങ്ങൾ എത്രയും മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞതിന് ശേഷം മാത്രമാണ്, അതിനുശേഷം 2 ദിവസങ്ങൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് പരാതി കൊടുത്തത്. നോക്കണം, ഭരണകക്ഷി MLA ആയ പി വി അൻവർ തൻ്റെ പാർട്ടി ഭരിക്കുമ്പോൾ, തനിക്ക് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ നാട്ടിൽ ക്രമസമാധാനം പാലിക്കേണ്ട പോലീസ് തന്നെ അക്രമങ്ങളും അരാജകത്വങ്ങളും അഴിച്ചുവിടുന്നു എന്നുള്ള ആക്ഷേപം പൊതുജനങ്ങൾക്ക് മുന്നിൽ വന്ന്, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് ഉയർത്തിയതിന് ശേഷം മാത്രമാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് എന്ന് ഏറ്റവും വിചിത്രമായ വസ്തുതയാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രവൃത്തി നടത്തിയത് എന്ന ചോദ്യത്തിന് പി വി അൻവർ നൽകിയ മറുപടി അതിലും ഏറെ വിചിത്രമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി തേച്ചു മായ്ച്ചു കളയും, ഇതിനൊരു നടപടി ഉണ്ടാകില്ല, ഇത് പൊതുജനങ്ങൾ അറിയേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ ആദ്യം ഉന്നയിച്ചത് എന്ന് പറയുമ്പോൾ, ഒരു ഭരണകക്ഷി MLA ആണ് ഇത്തരത്തിൽ പറയുന്നത് എന്നോർക്കുമ്പോൾ ഈ നാട്ടിലെ ക്രമസമാധാനം എവിടെ ചെന്ന് നിൽക്കുന്നു? അഥവാ ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി. ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കെടുകാര്യസ്ഥത എത്രത്തോളം ഉണ്ട് എന്നാണ് ഭരണ വകുപ്പിലെ ഒരു MLA തന്നെ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് പി വി അൻവർ MLA ഇത്തരം കാര്യങ്ങൾ പുറത്തുവിട്ടത്. എൻ്റെ നാട് നന്നാക്കുവാൻ വേണ്ടി എനിക്ക് പ്രതിബദ്ധതയുണ്ട്, നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ എനിക്ക് പ്രതിബദ്ധതയുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നു, എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഇതിൻ്റെ പേരിൽ എന്നെ കൊന്നാലും വേണ്ടില്ല എന്നൊക്കെയാണ് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത്. ഇതേ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പി വി അൻവറിനെതിരെ ചില പരാമർശങ്ങൾ നടത്തിയത്. രാഷ്ട്രീയപരമായി അൻവർ രാഷ്ട്രീയ മത മൗലികവാദിയാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത്. ഈ അഭിപ്രായ പ്രകടനങ്ങൾ പി വി അൻവറിനെ ചൊടിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. മഹിതമായ ഒരു പൂർവിക പാരമ്പര്യത്തിൽ നിന്ന് തന്നെയാണ് പി വി അൻവർ വരുന്നത്. പി വി അൻവറിൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനുമെല്ലാം അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു, ഗാന്ധിയന്മാരായിരുന്നു. നാടിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ സ്വന്തം ജീവിതം തന്നെ മാറ്റിവെച്ച ആളുകൾ തന്നെയായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളായ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ കാലം നയിച്ച ഇന്ദിരാഗാന്ധിയുമെല്ലാം പി വി അൻവറിന്റെ പൂർവികരെ പ്രശംസിച്ചിട്ടുള്ളതാണ്. ജവഹർലാൽ നെഹ്റു കേരളം സന്ദർശിച്ച അവസരത്തിൽ, മലബാർ സന്ദർശിച്ച അവസരത്തിൽ പി വി അൻവറിന്റെ കുടുംബത്തിൽ എത്തിയിരുന്നതെല്ലാം ചരിത്രം തന്നെയാണ്. അത്തരം ഒരു മഹിത രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു
രാഷ്ട്രീയ പ്രവർത്തകൻ, പൊതുപ്രവർത്തകൻ, അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരാൾ നടത്തിയ അഭിപ്രായ പ്രകടനം നടത്തിയ ആളുടെ തലയിൽ മലം കോരിയൊഴിക്കും, അതിൻ്റെ പേരിൽ എനിക്ക് ജയിലിൽ പോകേണ്ടി വന്നാലും ഞാൻ അത് ചെയ്യും എന്ന് പറയുമ്പോൾ സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഒരു നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ പി വി അൻവർ നടത്തിയിരിക്കുന്നത്. തൻ്റെ പ്രജകളോട്, അതായത് തൻ്റെ ജനങ്ങളോട് ആരോടെങ്കിലും പ്രത്യേക രീതിയിലുള്ള ഒരു പ്രീതിയോ ആരോടെങ്കിലും പ്രത്യേക രീതിയിലുള്ള അപ്രീതിയോ ഇല്ലാതെ നിഷ്പക്ഷമായി തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് എല്ലാവരോടും ഒരേപോലെ തന്നെ പെരുമാറണം എന്നൊക്കെ തന്നെയാണ് സത്യപ്രതിജ്ഞയിൽ പറയുന്നത്. ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന ഒരു MLA പറയുന്നു, ഒരാൾ അഭിപ്രായ പ്രകടനം നടത്തിയതിൻ്റെ പേരിൽ, വിമർശിച്ചതിൻ്റെ പേരിൽ അയാളുടെ ഓഫീസിലേക്ക് കടന്നു കയറി ഒരു ബക്കറ്റ് മലവും കൊണ്ട് ഞാൻ വരും, നിന്റെ തല വഴി ഞാൻ ഒഴിക്കും, നിന്റെ മുണ്ട് പറിച്ച് കളയും, അതിനടിയിൽ നീട്ടിരിക്കുന്ന അണ്ടർവെയർ ഞാൻ കീറിയെറിയും, നിന്നെ റോഡിലൂടെ നടത്തിക്കും, നടു റോഡിലൂടെ നിന്നെ നടത്തിക്കും, ആളുകൾ അത് കാണും, അതിൻ്റെ പേരിൽ ഞാൻ ജയിലിൽ പോകേണ്ടി വന്നാൽ ഞാൻ അത് ചെയ്യും എന്നൊക്കെ ധാർഷ്ട്യത്തോടു കൂടി വിളിച്ചു പറയുമ്പോൾ നിയമസഭാ സാമാജികനായ പി വി അൻവർ അങ്ങയോടുള്ള ഒരു നിയമസഭാ സാമാജികൻ എന്ന രീതിയിലുള്ള എല്ലാ ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, അങ്ങ് പറഞ്ഞത് തീർച്ചയായും ഗുണ്ടായിസം തന്നെയാണ്, അങ്ങ് പറഞ്ഞത് സത്യപ്രതിജ്ഞ ലംഘനമാണ്. വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണുവാൻ പറ്റാത്ത ഏത് തരത്തിലുള്ള പൊതുപ്രവർത്തനമാണ് അങ്ങ് വിഭാവനം ചെയ്യുന്നത്? രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ അല്ല എന്നുണ്ടെങ്കിൽ ഏത് ഉദ്യോഗസ്ഥരെയോ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അത് തന്നെയാണ് മാധ്യമങ്ങൾ നടത്തുന്നത്. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും എല്ലാ പൗരന്മാർക്കുമുണ്ട്. ഇവിടെ അഡ്വക്കേറ്റ് ജയശങ്കർ നടത്തിയിരിക്കുന്ന അഭിപ്രായ പ്രകടനം പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മാനഹാനി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് രാഷ്ട്രീയമായി തേജോവധം ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും പി വി അൻവറിന് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാം. അത് തന്നെയാണല്ലോ പി വി അൻവർ ADGP അജിത് കുമാറിൻ്റെ കാര്യത്തിലും മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിൻ്റെ കാര്യത്തിലുമെല്ലാം അനുവർത്തിച്ചിരിക്കുന്നത്. അവരെക്കുറിച്ച് തനിക്ക് പരാതിയുണ്ട്. ഈ പരാതി മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറിക്ക് എഴുതി നൽകിയിട്ടുണ്ട്. ഇന്നലെയും DGPയുടെ മുന്നിൽ പി വി അൻവർ മൊഴി കൊടുത്തിട്ടുണ്ട് ഈ കാര്യത്തിൽ. അതായത് അത്തരം കാര്യങ്ങൾക്കെല്ലാം നിയമ നടപടികളിലൂടെ മുന്നോട്ട് പോകാൻ അറിയാം എന്ന് കൃത്യമായി അൻവർ തെളിയിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് പി വി അൻവറിനെ കുറിച്ച് ഒരാളൊരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അയാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമായി അതിനെ കണ്ട് അവഗണിക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ പരിഗണിക്കുകയോ ചെയ്യാതെ തീർച്ചയായും ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നയാളെ ഞാൻ സമൂഹ മധ്യത്തിൽ വലിച്ചൊഴിച്ച് അയാളുടെ തലയിൽ മലം കോരിയൊഴിച്ച് അയാളുടെ മുണ്ട് കീറിക്കളഞ്ഞ് അതിനടിയിൽ അണ്ടർവെയർ ഉണ്ടെങ്കിൽ അതും വലിച്ചു കീറി പൊതുജന മധ്യത്തിലൂടെ ഞാൻ നടത്തും, അതിനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്, അതിൻ്റെ പേരിൽ ഞാൻ ജയിലിൽ പോകേണ്ടി വന്നാലും ഞാനത് സഹിക്കും എന്നൊക്കെ പറയുമ്പോൾ ബഹുമാനപ്പെട്ട പി വി അൻവർ അങ്ങ് പറയുന്നത് ഗുണ്ടായിസമാണ്. അങ്ങയുടെ ഈ ഗുണ്ടായിസം കണ്ടു നിൽക്കാൻ കേരളത്തിലെ എല്ലാവരും അങ്ങയുടെ അടിമകളല്ല എന്നുള്ള കാര്യം വളരെ ബഹുമാന പുരസ്സരം അങ്ങോട്ട് പറയുകയാണ്. അങ്ങ് നേരത്തെയും ഇത്തരത്തിലുള്ള ഒത്തിരി പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങക്കെതിരെ വാർത്തകൾ കൊടുത്ത മാധ്യമങ്ങളെ 1, 2, 3 എന്ന രീതിയിൽ ചെസ്റ്റ് നമ്പർ ഇട്ട് ഞാൻ അകത്താക്കും എന്നാണ് അങ്ങ് പറഞ്ഞത്. അങ്ങ് കേരളത്തിലാണ് ജീവിക്കുന്നത്, അങ്ങ് ഇന്ത്യയിലാണ് ജീവിക്കുന്നത്, ഇവിടെ നിയമവാഴ്ചയുള്ള ഒരു രാജ്യമാണ്, സംസ്ഥാനമാണ്. അങ്ങേക്കും ഈ നാട്ടിലെ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അങ്ങേക്കെതിരെ വാർത്ത പറഞ്ഞു എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ജയശങ്കറിനും ഈ വാർത്ത ഇപ്പോൾ പറയുന്ന എനിക്കുമെല്ലാം ഒരേ നിയമം തന്നെയാണ്. അങ്ങേക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമപരിരക്ഷയില്ല. ഒരു നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ പൊതുജനങ്ങൾക്ക് മാതൃക കാണിക്കേണ്ട വ്യക്തി കൂടിയാണ് അങ്ങ്. അതുകൊണ്ട് തന്നെ അങ്ങ് ഉപയോഗിച്ച ഭാഷയിൽ തന്നെ മാലിന്യം അടങ്ങിയിരിക്കുന്നു. ഒരു കാരണവശാലും ഒരു നിയമസഭാ സാമാജികൻ ഇത്തരത്തിൽ സംസാരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ചട്ടങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങ് ഇത്തരത്തിൽ പറയുമ്പോൾ എനിക്കിത് പറയാനുള്ള ചങ്കുറ്റമുണ്ട്, ഞാനിത് പറയും, എന്നോട് ചോദിക്കാൻ ആരുമില്ല, ഞാനിത് ചെയ്താൽ നീ എന്ത് ചെയ്യും എന്നുള്ള മട്ടിലുള്ള അങ്ങയുടെ ഈ ധാർഷ്ട്യമുണ്ടല്ലോ, ഈ ധാർഷ്ട്യം കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് വിലപ്പോകില്ല എന്ന് അങ്ങയെ വളരെ ബഹുമാന പുരസ്സരം വിനയപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. ഒരുപക്ഷെ ഈ വീഡിയോ അങ്ങ് കാണുകയാണെങ്കിൽ, അങ്ങയുടെ ശ്രദ്ധയിൽ വരികയാണെങ്കിൽ എൻ്റെ മാധ്യമത്തിനും എനിക്കും അങ്ങ് ഒരുപക്ഷെ ചെസ്റ്റ് നമ്പർ ഇട്ടേക്കാം. എന്നാൽ സത്യം തുറന്നു പറയുക തന്നെ വേണമല്ലോ, അങ്ങയും അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. ADGP MR അജിത് കുമാറിനെതിരെയും മലപ്പുറം SP ആയിരുന്ന P സുജിത് ദാസിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കെതിരെയും അങ്ങ് പറഞ്ഞത് എന്താണ്? അങ്ങയുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കുവാനുള്ള പൗരസ്വാതന്ത്ര്യം അങ്ങേക്കുണ്ട്. ഇത് തന്നെയല്ലേ അഡ്വക്കേറ്റ് ജയശങ്കറും പറഞ്ഞത്? ആ കാര്യത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ അങ്ങയെക്കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ അങ്ങയ്ക്ക് അത് മാനനഷ്ടം ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ നിയമപരമായ രീതിയിൽ അങ്ങയ്ക്ക് എന്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല? പകരം ഇത്തരം കാര്യങ്ങൾ പറയുന്ന ആളുകളെ, അങ്ങയ്ക്ക് ഇഷ്ടമല്ലാത്ത അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന ആളുകളെ അങ്ങ്
അങ്ങയുടേതായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേരളമാണ്, നിയമവാഴ്ചയുള്ള സ്ഥലം തന്നെയാണ് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട PV അൻവർ ഓർത്തിരിക്കണം. ഈ രാജ്യത്ത് നീതിയും നിയമവും അങ്ങയ്ക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് അങ്ങ് സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് അംഗീകരിച്ചു തരാൻ കേരളത്തിലെ നിയമബോധമുള്ള നിയമവാഴ്ചയുള്ള ഈ സംസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു പൗരനും അത് സാധിക്കില്ല എന്ന് അങ്ങയെ ഓർമ്മപ്പെടുത്തട്ടെ. ADGP MR അജിത് കുമാറിനെതിരെയും P സുജിത് ദാസിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കെതിരെയും എല്ലാം അങ്ങ് ആരോപിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ അങ്ങ് ആരോപിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ശരി തന്നെയാണ് എന്നാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്കും പറയാനുള്ളത്. അത് അങ്ങയുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. തിന്മയ്ക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളെ തീർച്ചയായും അംഗീകരിക്കുക തന്നെ വേണം. അങ്ങ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ട്, കാമ്പുണ്ട്, അതിൽ കൃത്യമായ വസ്തുതകൾ ഉണ്ട് എങ്കിൽ അത് തെളിയിക്കട്ടെ. അങ്ങനെയെങ്കിൽ അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അങ്ങയോടൊപ്പം നിൽക്കും ഒരു മാധ്യമം എന്ന രീതിയിൽ. അങ്ങയ്ക്ക് ആ കാര്യത്തിൽ ഞങ്ങൾ പിന്തുണ നൽകും. മറിച്ച് അങ്ങ് പറയുന്ന ഇത്തരം കാര്യങ്ങൾക്ക്, ജൽപ്പനങ്ങൾക്ക് ചെവി കൊടുക്കുവാനോ അതിനെ ചോദ്യം ചെയ്യാതിരിക്കുവാനോ ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾ തയ്യാറല്ല. ബഹുമാനപ്പെട്ട PV അൻവർ MLA, അങ്ങയുടെ ഗുണ്ടായിസം ഒരിക്കലും ഞങ്ങൾ അംഗീകരിച്ചു തരില്ല, ഈ കേരള സമൂഹം അംഗീകരിച്ചു തരില്ല. ഇത് നിയമവാഴ്ചയുള്ള രാജ്യമാണ്, നിയമവാഴ്ചയുള്ള സംസ്ഥാനമാണ് എന്ന് ഒരിക്കൽ കൂടി നിയമസഭാ സാമാജികനായ അങ്ങയുടെ മുഖത്ത് നോക്കി വളരെ വിനയപുരസരം അങ്ങയോടുള്ള ബഹുമാനങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ പറയട്ടെ, ഇത് കേരളമാണ്, ഇവിടെ നിയമവാഴ്ചയുള്ള സംസ്ഥാനമാണ്. ആരെയും ഭീഷണിപ്പെടുത്താമെന്ന് ഒരു നിയമസഭാ സാമാജികനായ PV അൻവർ MLA കരുതുന്നുണ്ടെങ്കിൽ അത് അങ്ങയുടെ മൗഢ്യം മാത്രമാണ്, ധാർഷ്ട്യം മാത്രമാണ്. ഇത് കേരള ജനത പൊറുക്കില്ല. ഇവൻ എത്ര തന്തക്കുണ്ടായതാണ് എന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ തെണ്ടിയോട് പറയാനുള്ളത്, ഈ കേസൊന്ന് അവസാനിക്കട്ടെ. ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായിട്ടാണ് PV അൻവർ നിന്റെ ഓഫീസിലേക്ക് വരിക. ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും. അതിന് 10 ദിവസം ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കാൻ തന്നെ ഞാൻ തീരുമാനിക്കുന്നത്. ഈ നാടിനെ സംരക്ഷിക്കേണ്ട പോലീസിന്റെ ചില ഉദ്യോഗസ്ഥർ നാടിനെ കൊള്ളക്കും, കൊലക്കും, കളവിനും, വഞ്ചനക്കും, സ്വർണ്ണക്കള്ളക്കടത്തിനും, മയക്കുമരുന്ന് സംഘത്തിനോടൊപ്പം ചേർന്ന് ഈ നാടിന്റെ സാമൂഹ്യ വ്യവസ്ഥ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തി ഈ സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്.